ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടെയല്ല, ഹൈദരാബാദിൽ ഞാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്തതും നല്ല വെയിൽ, ശരിക്കും അടിച്ച് കൊള്ളുമായിരുന്നു. അപ്പോൾ വന്നിട്ടില്ല. ഞാനും അമ്മ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അയാളെ വിളിച്ചിട്ട് ഇവിടെയാണ് അവിടെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ലാഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ യൂബർ വന്നു. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ. പിന്നെ ആലുവ സ്റ്റേഷനിലാട്ടോ ഞാൻ പോകുന്നത്. അവിടെ നിന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആലുവ സ്റ്റേഷനിലെത്തി. ഞാനും അമ്മ കിതക്കുമായിരുന്നു സ്റ്റെപ്പൊക്കെ കയറി. ഞങ്ങൾക്ക് അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറി. അമ്മക്കാണെങ്കിൽ ലേറ്റ് ആവുന്നു ജോലിക്ക് പോകാൻ. എന്നെയും കൊണ്ടാക്കണം. അങ്ങനെ ട്രെയിൻ ലേറ്റാന്നൊക്കെ പറയുമായിരുന്നു, അനൗൺസ്മെൻ്റൊക്കെ പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ നമ്മുടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ നമ്മുടെ എത്തി. അപ്പോൾ എൻ്റെ ജേർണി സ്റ്റാർട്ടായി. എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുക. പക്ഷെ നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ഒറ്റയ്ക്കുള്ള യാത്ര വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ യാത്ര ചെയ്യണം. ഞാൻ 2025 എൻ്റെ യാത്ര സ്റ്റാർട്ടാക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരെന്നെ സമ്മതിക്കാത്തത് കൊണ്ട് എവിടെയും പോകാറില്ല. പിന്നെ പോസ്റ്റായി ബോറടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ആരും ഇല്ലായിരുന്നു. എ സിയിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. എനിക്ക് അന്നനെ മാത്രം എനിക്കറിയാം, ബാക്കി ആരും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ സേലം എത്തി. സേലത്തിൽ എനിക്ക് കുറേ എന്താ പറയുക, എൻ്റെ ഒരു ഫാമിലി തന്നെ എനിക്ക് കിട്ടി. ഫുൾ തമിഴ്സാണ്. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ഇരിക്കുന്നത് മോഹനാണ്. എൻ്റെ അപ്പുറത്തിരിക്കുന്നത് പ്രേം ചേട്ടൻ, ലൂഷി ചേച്ചിയാണ് ആ കണ്ണട വെച്ചിരിക്കുന്നത്. ഇത് ജയയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. ഒരു പിങ്ക് കളർ ഷോളൊക്കെ ഇട്ട സന്ധ്യയാണ്. ഞങ്ങൾ ഇത്ര പേരാട്ടോ ഹൈദരാബാദിൽ പോകണത് തന്നെ. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരെ മീറ്റ് ചെയ്യണത് തന്നെ. അപ്പോൾ ഞങ്ങൾ ക്ലാപ്പ് അടിക്കുന്ന വെച്ചാൽ ലൂഷി അക്കയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന കാര്യം. ആൾ ഫുള്ളി സർപ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് ചീത്തവിളിയായിരുന്നു, നിങ്ങൾക്ക് എന്ത് കാര്യം ഇരിക്കുന്നത് മേടിച്ചുകൊണ്ട് വരാൻ, അങ്ങനെ ഇങ്ങനെ കുറേയൊക്കെ പറയായിരുന്നു. അപ്പോൾ മോഹൻ പറയാൻ, നീ ഇവിടെ ഇരിക്കും, ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെയും വീഡിയോ എടുത്തവൻ. അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോണ്ടായിട്ട് ഇവരായിട്ട് ഭയങ്കര എന്തോ കുറേ വർഷമായിട്ടുള്ള പരിചയം പോലെ എനിക്ക് ഫീലായത്. അപ്പോൾ അങ്ങനെ കേക്ക് മുറിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവർ ചീട്ട് കളിക്കാൻ വേണ്ടിയിരുന്നു. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല. നമ്മളുടെ മലയാളി രീതിയിൽ എനിക്കറിയില്ല. മലയാള രീതിയിൽ അറിയത്തുള്ളൂ. എനിക്ക് ഇവരുടെ രീതിയിൽ വേറെ വ്യത്യാസമുണ്ട് കളി. അങ്ങനെ ഇവർ ചീട്ടൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കട്ട പോസ്റ്റായിരുന്നു. ഞാനും സന്ധ്യ ചേച്ചിയും കട്ട. ഇപ്പോൾ ചീട്ട് പുതിയതായതുകൊണ്ട് ഇങ്ങനെ താഴേക്ക് വീഴുമായിരുന്നു. അപ്പോൾ സന്ധ്യയും ജയയാണ് ഒരു ടീം, ഞാനും മോഹൻ ഒരു ടീമായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേർക്ക് കളിക്കാൻ അറിയാം. ശരിക്കും ലൂഷി അക്കക്കും പ്രേം ചേട്ടനും കളിക്കാൻ അറിയാം. എന്നിട്ട് അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ട പോസ്റ്റായിട്ട് ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. ഇവരുടെയൊക്കെ കള്ളക്കളിയായിരുന്നു. പിന്നെ അങ്ങനെ ഹൈദരാബാദ് എത്തി. ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ മെട്രോ. അപ്പോൾ അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് ഫോൺ ഹാങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നടക്കാൻ നേരത്ത്. അപ്പോൾ അങ്ങനെ ഫ്രഷൊക്കെ ആയി ഞങ്ങളത് മാർക്കറ്റിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയൊക്കെ ആയി ഇവിടെ നിൽക്കുക. താഴേക്ക് വന്നു. അങ്ങനെ എൻ്റെ തൊണ്ടയൊക്കെ പോയിട്ട് ശരിക്കും അവിടുത്തെ ക്ലൈമറ്റ് തണുപ്പും എനിക്ക് AC ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോയിൽ 10 പേരിട്ട ഗൈസ്, 10 പേര്. ഞങ്ങൾ എത്ര പേരെന്നറിയാമോ? എല്ലാവരുടെ ഓരോരോ ആൾക്കാരുടെ മടി വന്നിരിക്കുക. ഞാൻ ലൂഷിയക്കയുടെ മടിയിലായിരുന്നു. ഞങ്ങളങ്ങനെ 10 പേരുണ്ടായിരുന്നു, 10 പേര്. അപ്പോൾ ഇതാട്ടോ മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.